ഹലോ ഗായ്സ്, നമസ്കാരം. എൻ്റെ ഫസ്റ്റ് വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാറിൻ്റെ ടയർ മാറ്റുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ എൻ്റെ കാറ് Volkswagen Polo ആണ്, 2014 മോഡൽ, പെട്രോളാണ്. അപ്പോൾ നമ്മൾ അതിന് കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് JKയുടെ ടയറാണ്, സ്റ്റോക്ക് ടയറാണ്. 185/60 സെക്ഷൻ ടയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വണ്ടി വാങ്ങിയപ്പോൾ 2014 ഉള്ള ടയറാണ്, ഇതുവരെയായിട്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട് 2 ടയർ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫാദറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ഫ്രണ്ടിൽ 2 ടയർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കിലെ ടയർ ഓൾമോസ്റ്റ് വോൺ ഔട്ട് ആയിട്ടുണ്ട്. അതിൽ സൈഡ് വാൾവിൽ ക്രാക്കും ലീക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഏത് ടയർ വേണമെന്നിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് കറൻ്റ്ലി യോക്കോഹാമ, കോണ്ടിനെൻ്റൽ, മിഷലിൻ, അങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പട്ടാമ്പി Cvm ടയേഴ്സ് അല്ലേ, മേലോട്ടാമ്പി Cvm ടയേഴ്സായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് കോണ്ടിനെൻ്റലിനെ കുറിച്ച് കുറച്ച് നല്ല അഭിപ്രായം കിട്ടി. അത്യാവശ്യം നല്ല ലൈഫ് തരുന്നുണ്ട്. 1 lakh കമ്പനി പറയുന്ന ലൈഫ്, പക്ഷെ അത്രയൊന്നും കിട്ടുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ. ഒരു 50K എബവ് കിട്ടുന്നുണ്ടായിരിക്കും എന്തായാലും. കറൻ്റ് JK ഏകദേശം അത്ര ഓടി, 60 കിലോമീറ്റർ, 65 ആയി ഇപ്പോൾ. അപ്പോൾ കോണ്ടിനെൻ്റൽ അതിനേക്കാളും ബെറ്റർ ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോണ്ടിനെൻ്റലിൻ്റെ അൾട്രാ കോണ്ടാക്ട് UC6 195/60 സെക്ഷൻ ടയർ ഇടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ടയറാണ്. യൂട്യൂബിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേപോലെ കുറേ നോക്കിയിട്ടാണ്. അതെ, നമ്മൾ യൂട്യൂബിലെ കുറച്ച് ദിവസമായി റിസർച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ കോണ്ടിനെൻ്റലിന് പ്രത്യേകത എന്താ വെച്ചാൽ അത് നല്ല ലൈഫും ഉണ്ട്, എന്നാൽ അത്യാവശ്യം പെർഫോമൻസും ഉണ്ട്. റോഡ് നോയ്സ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ MRFനെയോ JKനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ റോഡ് നോയ്സ് വളരെ കുറവാണ്. കുറച്ചൊരു സൈലൻറ്റ് ടയറാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ആ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ പോകാൻ പോകുന്ന അങ്ങോട്ടാണ്. അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, എന്നാൽ അവിടെ വെച്ച് കാണാം അല്ലേ. ഓക്കെ. 195/60 സെക്ഷൻ ടയറാണ്. ഇത് പുതിയ ടയറാണ്, 2022 മാനുഫാക്ചറിങ് ആണ്, ഫസ്റ്റ് വീക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ് നോക്കേണ്ടത് ടയറിൻ്റെ. അതായത് ഇങ്ങനെ സർക്കിളുണ്ടാവും. ഇത് വീക്കാണ്, ഇത് ഇയറാണ്. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ടയറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു കുന്നിൻ്റെ മണ്ടയ്ക്കാണ്. കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നൊക്കെയാണ്. ടയർ മാറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു ടയറാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്നൊരു റിവ്യൂ പറയാനൊന്നും പറ്റത്തില്ല. കുറച്ചൊന്ന് ഓടിയാലാണ് അത് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും ഒക്കെ ഒപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ Cvm ടയറിലാണ് പോയത്. അപ്പോൾ ഏകദേശം പഴയ ടയറിനേക്കാളും ഒരുപാട് വ്യത്യാസം കാണുന്നുണ്ട്. നമ്മളിത് മാറ്റിയേക്കണേ ശ്രദ്ധിക്കണം. മാറ്റിയേക്കണേ ഞങ്ങൾ ബാക്കിലാണ് മാറ്റിയേക്കണേ. പൊതുവേ എല്ലാവരും പറയുക ഫ്രണ്ട് ടയറാണ്, ഫ്രണ്ടിലാണ് പുതിയ ടയർ ഉണ്ടെന്നാണ് പറയുക. പക്ഷെ അത് അങ്ങനെയല്ല. ഞങ്ങൾ ഇതേപോലെ കുറേ അന്വേഷിച്ചു, കുറേ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചു, ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ നല്ല ടയർ വേണ്ടത് ബാക്കിലാണെന്നാണ്. കാരണം എല്ലാവരും ഇപ്പോൾ എൻ്റെ ഫാദർ ആണെങ്കിലും പറഞ്ഞത് പുതിയ ടയർ ഇടുമ്പോൾ ഫ്രണ്ടിൽ ഇടല്ലേ ചെയ്യാമെന്ന്. അപ്പോൾ
വേറെ പല കടക്കാരും അങ്ങനെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ എപ്പോഴും പുതിയ ടയർ ഇടുമ്പോൾ ബാക്കിൽ ഇടുന്നതാണ് നല്ലതെന്നാണ്. കാരണം ബാക്ക് സ്ലൈഡ് ചെയ്യുന്ന ഇഷ്യൂസാണ് അധികം ഉണ്ടാവാറ്. അപ്പോൾ ബാക്കിൽ നല്ല ടയർ ഇടുന്നത് നല്ലതാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് JK ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഓടിയിട്ട് അത് മാറ്റി വീണ്ടും അതിലും കോണ്ടിന് ഇടാം. ഒരേ ടയർ തന്നെ 4 ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കറൻ്റ് ഇപ്പോൾ ബില്ല് വന്നത് എത്ര 13,000. ഫൈസലൊക്കെയാണ് നമ്മളെ അവിടെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 13,000 രൂപ ബില്ലും 400 രൂപ അലൈൻമെൻറ്റും വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ JK ഇടുവാണെങ്കിൽ JKക്ക് വെക്ടറയ്ക്ക് വരുന്നത് 8,500 സംതിങ് ആണെന്ന് തോന്നുന്നുണ്ട് 2 ടയറിനും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുമായിരിക്കും. എങ്ങനെയുണ്ട് നമുക്ക് കൂടുതൽ ഓടിച്ചാലേ അറിയത്തുള്ളൂ എങ്ങനെയുണ്ടെന്നൊക്കെ. ഇപ്പോൾ ഓടിച്ചിടത്തോളം നല്ല സ്റ്റേബിൾ ആണ്. നമ്മുടെ റോഡ് അറിയാലോ, നമ്മുടെ നാട്ടിലെ റോഡ് വളരെ മോശം റോഡാണ്. അപ്പോൾ അതിൽ കൂടെ ഒക്കെ അത്യാവശ്യം കുണ്ടും കൂടിയൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു അല്ലേ ഒരു സ്റ്റെബിലിറ്റിയും കുറച്ചൊരു സുഖമുണ്ട് ഓടിക്കുമ്പോൾ മറ്റേനേക്കാളും. JK കമ്പയർ ചെയ്യുമ്പോൾ JK ഓൾമോസ്റ്റ് അത് തീരാനായ അവസ്ഥയായിരുന്നു അല്ലേ. സൈഡ് വാൾവിൽ ക്രാക്കും അതിൽ കൂടെ ലീക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് സെല് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് പറ്റത്തില്ല, ലൈഫ് കഴിഞ്ഞോന്ന് പുള്ളി തന്നെ പറഞ്ഞു. അതെ, അത് 2014 മാനുഫാക്ചർ ടയർ. അപ്പൊ ഏകദേശം 6-7 കൊല്ലമായി. പിന്നെ നമുക്ക് ലക്കിലി നമുക്ക് ഈ ടയർ കിട്ടിയിരിക്കുന്നത് 2022 ഫസ്റ്റ് വീക്കിൽ മാനുഫാക്ചർ ചെയ്ത ടയറാണ്. അപ്പൊ അത്യാവശ്യം ഫ്രഷ് പുതിയ ടയറാണ്. ഇപ്പൊ അടുത്ത് മാനുഫാക്ചർ ചെയ്ത ടയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെ, നമ്മൾ ആദ്യം ആമസോണിൽ നിന്ന് എടുക്കാന്നാണ് വിചാരിച്ചത്. ആമസോണിൽ ഇതിന് എത്ര 500 എന്തേ ഉള്ളൂ. അതെ, അധികം വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് 5 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ അറിയുന്നൊരു കടയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നേരം കടിച്ചല്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ടയർ മാറ്റിൻ്റെ വിശേഷങ്ങളായിട്ട് അതെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം വേറെ ഒരു ദിവസം അല്ലേ. ഓക്കെ ഗൈസ്, ബൈ ബൈ. താങ്ക് യു.